കയ്യിൽ വന്നൊരു കളി എങ്ങനെ തോക്കണമെന്നും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് പോയൊരു കളി തിരിച്ചു പിടിച്ച് എങ്ങനെ ജയിക്കണമെന്നും കാണിച്ചുന്നൊരു കിടിലൻ മാച്ചായിരുന്നു ഇന്നലത്തെ CSK വേഴ്സസ് SRH. ശരിക്കും ഇന്നലത്തെ മാച്ച് CSKക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. 195 ലക്ഷ്യം വേണമെങ്കിൽ അത്രയും ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് നിരയുള്ള CSKക്ക്, പ്രത്യേകിച്ച് ഇന്നലെ മാച്ച് ഷോട്ടിന്റെ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കുറെ ബാറ്റേഴ്സ്, ആയുഷ് മാത്രമാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആണ്, ഓൾമോസ്റ്റ് ഒരു അത്രയും നേരം ജെമി ഓർട്ടൺ വരെ അടിച്ചു കളി, ഇവൻ നമ്മളെ അൻഷുൽ കമ്പോജിന് വരെ കളിക്കാൻ പറ്റുന്ന കഴിഞ്ഞ കളിയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു മാച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അടിക്കാൻ പറ്റുന്ന, ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ടും കൂടി, അതും പവർ പ്ലേയിൽ ഏകദേശം 5 ഓവറിൽ തന്നെ 60 മേലെ സ്കോർ ചെയ്തിട്ട് കയ്യിൽ നിന്ന് കളി കളഞ്ഞതും, അതേപോലെ തന്നെ കളി 7 അയലത്ത് പോലും ഇല്ലാത്ത SRH ആ കളി തിരിച്ചു പിടിച്ച് കംപ്ലീറ്റ്ലി ക്രെഡിറ്റ് ഗോസ് ടു ബൗളേഴ്സ് ആണ് SRHന്റെ. അതിലെടുത്ത് പറയേണ്ടത് ശരിക്കും ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ഇഷാൻ മലിംഗ ആണെങ്കിലും 3 വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നെ ഇംപ്രസ് ചെയ്ത് ഇന്നലെ മാച്ച് കണ്ടപ്പോൾ അത്രയും ഇംപ്രസ് ചെയ്യിപ്പിച്ച ബൗളർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. കാരണം ആ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ബൗളിംഗ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വിക്കറ്റ്. കാരണം നമുക്കറിയാം ഇന്നലത്തെ മാച്ച് ജയിക്കണമെങ്കിൽ ടോപ്പ് ഓർഡേഴ്സ് ഗംഭീരമായിട്ട് കളിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഇതിന് മുന്നേയുള്ള 2 മാച്ചിലും CSK ജയിച്ചിട്ടുള്ളത് ടോപ്പ് ഓർഡേഴ്സ് ഗംഭീരമായിട്ട് ബാറ്റ് ചെയ്തപ്പോഴാണ്, നല്ലൊരു തുടക്കം കിട്ടിയപ്പോഴാണ്. അതിനുശേഷം പിന്നീടുള്ള ലോ ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ കളിച്ച് അങ്ങനെയാണ് ശരിക്കും ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇന്നലെ സഞ്ജു സാംസൺ, നമുക്കറിയാം സഞ്ജു സാംസൺ ആണ് ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ. അത് കഴിഞ്ഞാൽ ആയുഷ് മാത്രമേ. കാരണം ഋതുരാജ് ഗൈക്വാഡ് ഇപ്പൊ അത്ര വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ല. പക്ഷേ ഇന്നലെ സഞ്ജു സാംസൺ തുടങ്ങിയത് ഗംഭീരമായിരുന്നു. ഫസ്റ്റത്തെ ഒരു 6 അടിച്ച് രണ്ടാമത്തുള്ള സിംഗിൾ ഇട്ട് ആ ഒരു ഓവർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ഫസ്റ്റ് 6 നല്ല രസത്തിലുള്ള അടിയായിരുന്നു. നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് ശരിക്കും ഇന്നലത്തെ ഫസ്റ്റ് 6 കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ഓവറിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിൽ സഞ്ജു സാംസൺ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആയുഷ് മാത്രമേ 12 ബോളിൽ എന്തോ 30 റൺസ് എടുത്തിട്ട് നല്ല ഫോമിൽ നിൽക്കായിരുന്നു. ആ സമയത്ത് നമ്മളെ ഗൈക്വാഡിന്റെ ഒരു റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഉണ്ട്, അടുപ്പിച്ച് ഒരു ഡബിൾസ് എടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡബിൾസിന്റെ സമയത്ത് തന്നെ ഏകദേശം മനസ്സിലായി കാലിന് പരിക്കുണ്ടെന്നുള്ളത്. ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ആളുടെ ഒരു കോൺഫിഡൻസ്, എങ്ങനെയെങ്കിലും ഈ മാച്ച് കളിക്കണം, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ടീമിനോടുള്ള ആത്മാർത്ഥത എല്ലാം കൊണ്ടും ആയുഷ് മാത്രമേ കളിക്കുകയായിരുന്നു. അപ്പൊ പിന്നീട് എഗെയിൻ ഒരു സിംഗിൾ ഇട്ടപ്പോൾ തന്നെ ആളുടെ കാലിന് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ഔട്ട് ആവുകയും ചെയ്തു. ഈ 2 വിക്കറ്റ് എടുത്ത ഇമ്പോർട്ടന്റ് കളിയിൽ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ശരിക്കും നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അവസാനം SRH 10 റൺസിന്, ലാസ്റ്റ് മാച്ച് വരെ ത്രിൽ മാച്ച് ആയിട്ടുള്ള ഒരു മാച്ചിൽ 10 റൺസിന് SRH ജയിക്കുകയാണ്. ഇനി കളിയിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ടോസ് ഇന്നലെ ശരിക്കും CSK ആണ് ജയിച്ചത്. ടോസ് കിട്ടിയതിന് ശേഷവും ബൗൾ ചൂസ് ചെയ്തത് എന്തിനാണെന്നുള്ളൊരു കാര്യം എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് SRH ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന സമയത്തും അവർ അടിക്കുന്നത് കണ്ടിട്ട്, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ അടിക്കുന്ന അടി കണ്ടപ്പം എനിക്ക് തോന്നി, അയ്യോ ഇന്നലെ ഫസ്റ്റ് ബാറ്റ് തന്നെ CSK ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഒരു മാച്ചിൽ CSK ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടാണ് നല്ല രീതിയിലുള്ള സ്കോർ ഉണ്ടാക്കിയത്. ബൗളിംഗ് ചൂസ് ചെയ്ത് SRHന് ഗംഭീരമായിട്ട് അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തു. അതിൽ മാറ്റ് ഷോട്ട് എന്ന് പറഞ്ഞ ബൗളർ എന്താണെന്നറിയില്ല, ഇന്നലെ അടിയോട് അടിയായിരുന്നു ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിടിച്ചെന്ന ബോളേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ജെമി ഓർട്ടനും അതുപോലെ അൻഷുൽ കമ്പോജും, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റത്തെ 2 ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള മുകേഷ് ചൗധരിയാണ്. ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റും അതുപോലെ തന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റും. അവിടെ ആ ഒരു 2 വിക്കറ്റും കൂടി പോയില്ലായിരുന്നെങ്കിൽ ഇന്നലെ 200 മേലെ സ്കോർ പോയേനെ SRHന്റെ. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിനെ കുടുക്കിയ വിക്കറ്റും ഗംഭീരായിരുന്നു ജെമി ഓർട്ടന്റെ ബോളിൽ. പിന്നീട് അങ്ങോട്ട് അൻഷുൽ കമ്പോജും അതുപോലെ തന്നെ അജുൽപീൻ സിംഗും അതുപോലെ തന്നെ നൂർ അഹമ്മദും എല്ലാവരും കൂടി പിടിച്ച് ആ ഒരു കളീനെ അത്ര ശരിക്കും ലാസ്റ്റത്തെ ഒരു 4 ഓവറൊക്കെ ഗംഭീരമായിട്ട് ബൗളിങ്ങിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ല CSK. ആ ഒരു ബൗളിങ്ങിൽ പിടിച്ചതുകൊണ്ടാണ് അവർ 200 മേലെ എത്താഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ 200 മേലെ എത്തേണ്ട ഒരു ടോട്ടലിലോട്ട് പോകേണ്ട ഒരു രീതിയിലായിരുന്നു ഇന്നലത്തെ കളി ഉണ്ടായിരുന്നത്. SRHന്റെ ടോപ്പ് സ്കോറേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാച്ചിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് ആൻഡ് കംപ്ലീറ്റ് ഒരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് ഇന്നലെ വെടിക്കെട്ട് നടത്തിയത് അഭിഷേക് ശർമ്മയുടെ ഭാഗത്തുനിന്നായിരുന്നു. CSKയുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് സഞ്ജു ഒരു കിടിലൻ സ്റ്റാർട്ട് കൊടുത്തു, പക്ഷേ അധികം നേരം നിന്നില്ല, വേഗം പോയി. അത് കഴിഞ്ഞ് നമ്മൾ ആയുഷ് മാത്രമേ ഒരു പരിക്കൊക്കെ പറ്റി പിന്നീട് അങ്ങോട്ട് ഔട്ടായി. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ ഗൈക്വാഡ് ഇനി കളിക്കുന്നില്ല. ഗൈക്വാഡും അധികം നേരം നിന്നില്ല, ഇച്ചിരി നേരം മുട്ടി നിന്ന് അത് കഴിഞ്ഞ് പോയി. പിന്നെ നമ്മുടെ മാറ്റ് ഷോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ സർഫറാസ് ഖാൻ എങ്ങനെയൊക്കെയോ അടിച്ച് നീങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് സർഫറാസ് ഖാനും അടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രഷറിൽ വന്നപ്പോഴും മാറ്റ് ഷോട്ടും അതുപോലെ തന്നെയായിരുന്നു. പേരിൽ മാത്രമേ ഷോട്ടുള്ളൂ, ഒരു നല്ല ഷോട്ട് മാറ്റ് ഷോട്ടിന് എടുക്കുന്നത് കണ്ടിട്ടേ ഇല്ല. കാരണം വന്നതൊക്കെ ഉരുട്ടി അടിച്ചിട്ടുള്ള ഫോറുകളായിരുന്നു. ഒരു 6ഓ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാറ്റിലൊന്നും അടിച്ച് ഒരു പവറിൽ പോണില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആളെങ്ങനെയൊക്കെയോ തുഴഞ്ഞ് ആ ഒരു സ്കോറിലോട്ട് എത്തിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള രീതിയിൽ ബാറ്റ് ഷോട്ട് പോവുകയും ചെയ്തു. പിന്നെ സർഫറാസ് ഖാൻ എന്താ ചെയ്യുക? സർഫറാസ് ഖാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഒരുവിധം അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മതിയായി. പിന്നീട് ആളുടെ ഒരു ക്ഷമ നശിച്ചു. ആങ്കർ ഇന്നിങ്സ് എത്ര നേരം കളിക്കുക? 2 പേരും ആങ്കർ ഇന്നിങ്സ് കളിച്ച് എങ്ങനെയുണ്ടാവും ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന സമയത്ത്? അതുകൊണ്ട് തന്നെ അവിടെ സർഫറാസ് ഖാൻ വേഗം എനിക്ക് ഇത് പറ്റൂല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് മാറ്റ് ഷോട്ടും പോയത്, ശിവൻ ഡൂബെ പോയത്, ജെമി ഓവർട്ടന് കളിക്കാൻ പറ്റില്ല ഇന്നലെ. അങ്ങനെ ആർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബിഗ് സ്കോറിലോട്ട് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ, അത് ആ ഒരു പവർ പ്ലേയുടെ സ്കോർ വെച്ചിട്ട് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ച്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ബാറ്റിംഗ് തകർച്ച കാരണം കംപ്ലീറ്റ്ലി തോക്കുമായിരുന്നു. അതുപോലെ തന്നെ ബോളിംഗിൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഇഷാൻ മലിംഗ ഗംഭീര ബൗളറായിരുന്നു.
ഇന്നലെ 3 വിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമി തന്നെയാണ് ബോൾ ചെയ്തതും. അതുപോലെ തന്നെ നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി, എനിക്ക് ഇന്നലത്തെ ഫേവറേറ്റ് നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു. കാരണം 2 ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വിക്കറ്റുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രഫുൽ ഹിങ്കെ ഇന്നലെ 4 ഓവറിൽ എന്തോ 60 റൺസായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിലെ സൂപ്പർ സ്റ്റാർ ആണ് ആള്. പക്ഷേ ഈ ഒരു മാച്ചിൽ ആൾക്ക് ഫസ്റ്റത്തെ പവർ പ്ലേയിൽ അധികം ബോൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ അവസാനത്തെ ആ ഒരു ഓവർ ആള് ഗംഭീരായിട്ട് ചെയ്ത് ആ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തി. അങ്ങനെ ആ ഒരു കളി ജയിക്കുകയാണ്. ഷാക്കിബ് ഹസീൻ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും അവരുടെ ആ ഒരു റോള് ഭംഗിയാക്കിക്കൊണ്ട് തന്നെ ബോൾ ചെയ്ത് ഇന്നലെ SRH വിജയം നേടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്ക് ഒന്ന് കംബാക്ക് അടിച്ച് വന്നതാണ് CSK 2 മാച്ചിലൂടെ. എഗെയിൻ തിരിച്ചുപോക്കാണ് കാണുന്നത്. ഇനിയുള്ള മാച്ചസിൽ എന്താണെന്നുള്ള കാര്യത്തിൽ ഒന്നും അറിയില്ല. ഇന്നലെ എന്തിനാണ് ആ ഒരു ടീമിനെ മാറ്റിയത്? കാരണം ഇതിന് മുന്നേ ജയിച്ച ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടീമിനെ എന്തിനു മാറ്റി, എന്തിന് മാച്ച് ഷോട്ടിനെ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുമില്ല. അഖിൽ ഹുസൈൻ എവിടെ പോയി? അഖിൽ ഹുസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഓക്കെ, കളിയിലാകുമ്പോൾ പരിക്കാണ്. മുകേഷ് ചൗധരിയെ കൊണ്ടുവന്ന് മുകേഷ് ചൗധരി കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തു. പക്ഷേ ഈ ഒരു മാറ്റങ്ങൾ എന്തിനാണ് സംഭവിച്ചതെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കറിയാം ഡൊമസ്റ്റിക് പ്ലേയിലേക്ക് നന്നായിട്ട് കളിച്ച് വന്നിട്ടുള്ള ഉർവിൽ പട്ടേൽ അവിടെ ബെഞ്ചിലിരിക്കുക, ആളെ എന്താ കളിപ്പിക്കാത്തെന്നുള്ള കാര്യത്തിലും ഇനിയും വരാനിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രശാന്ത് വീർ അന്നത്തെ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് പിന്നീട് ഒരു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും CSK ഇനിയും ഒരു കംബാക്ക് നടത്തട്ടെ. SRH വെൽ പ്ലേഡ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജയിച്ചത്. എന്തായാലും അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് കാണാം.